ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കാർഷിക രംഗത്തേക്ക് വാഴകൃഷിയിൽ വെന്നിക്കൊടി പാറിച്ച് മോഹനൻ പിള്ള. കേരള പോലീസിൽ AC ആയിരുന്ന ശാസ്താംകോട്ട മുതുവിലക്കാട് മേലൂട്ടയ്യത്ത് വീട്ടിൽ മോഹനൻ പിള്ളയാണ് വാഴകൃഷിയിൽ നേട്ടം കൈവരിച്ചത്. ശാസ്താംകോട്ടയിൽ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥനായിരുന്ന മോഹനൻ പിള്ള 13 വർഷം മുമ്പാണ് വിരമിച്ചത്. പോലീസിൽ നിന്ന് വിരമിച്ച ശേഷം പൂർണ്ണമായും കൃഷിയിൽ ശ്രദ്ധിക്കുകയായിരുന്നു. സ്വന്തമായുള്ള 2 ഏക്കറിലാണ് കൃഷി. ഏത്തവാഴ കൃഷിയിലാണ് മോഹനൻ പിള്ള ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് ഏതാണ്ട് 40 വർഷത്തോളം കാലം ഇങ്ങോട്ട് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 13 കൊല്ലം ആവുന്നു. അത്രയും കാലവും പരമ്പരാഗത വാഴകൃഷി, എല്ലാത്തരം വാഴകളും കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട്. വളത്തിനൊക്കെ വലിയ വിലയാണ്, അതൊന്നും മുതലാകുന്നില്ല. ജോലിക്കാർക്ക് ജോലി കൂടുതലാണ്, ജോലിക്കാരെ വിളിച്ചാൽ കിട്ടാനുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഞാൻ ഇതുപോലെ കൃഷി ചെയ്ത് വരുന്നത്. തുടർന്ന് ഇത് നീണ്ടു പോകാൻ വേണ്ടിയിട്ട് ഞാനുള്ള ശ്രമമാണ്. ഒരിക്കലും ഞാൻ കൃഷി അവസാനിപ്പിക്കത്തില്ല. ഇതിൽ നിന്നും കിട്ടുന്ന ആദായത്തിൽ നിന്നും എൻ്റെ പെൻഷൻ കിട്ടുന്ന എമൗണ്ടിൽ നിന്നുമാണ് ഞാൻ പാവങ്ങൾക്ക്, നിർദ്ധനരും നിരാലംബരുമായ പാവങ്ങൾക്ക്, ക്യാൻസർ രോഗികൾ, കിഡ്നി പേഷ്യൻസ്, അങ്ങനെ കിടപ്പ് രോഗികൾ, ഇവർക്കൊക്കെ എൻ്റെ പെൻഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരംശം അവർക്ക് ഞാൻ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും തുക മാറ്റിവെക്കുന്നു. കൃഷിയിൽ നൂതന ആശ്രയങ്ങൾ പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മോഹനൻ പിള്ള. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.